ഇന്ന് നാം ആരാധിക്കുന്ന ദൈവം അവൻ ഉന്നതനായ ദൈവമാണ്. യെശയ്യാപ്രവചനം 6-ാം അധ്യായം നമുക്കറിയാം, നാം പലവട്ടം വായിച്ചിട്ടുണ്ട്. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ആ ദൈവത്തിന് മാറ്റമില്ല. അവിടുത്തെ സാന്നിധ്യമാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. ആകയാൽ ഇന്ന് രാവിലെ അവനോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങ് ഉന്നതൻ, അങ്ങ് ഉന്നതൻ, അങ്ങ് ഉന്നതൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങേപ്പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയവാ നീ മാത്രം എൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയവാ നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നാഥൻ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നാഥൻ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അവനോട് നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, അങ്ങ് ഉന്നതൻ, അങ്ങ് അത്യുന്നതൻ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയവാ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയവാ നീ. ഹല്ലേലൂയ. ഓ അത്ഭുതവാ അതിശയം, അത്ഭുതവാൻ, അങ്ങ് അതിശയവാൻ, നീ മാത്രം എന്റെ ദൈവം. ഹല്ലേലൂയ. കാരണം അങ്ങേപ്പോലെ ഉന്നതനായ മറ്റൊരു ദൈവമില്ല, അങ്ങേപ്പോലെ ജീവനുള്ള മറ്റൊരു ദൈവമില്ല. അങ്ങാണ് സർവാധികാരിയായ ദൈവം, അങ്ങാണ് പരമാധികാരിയായ ദൈവം, അങ്ങാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കി തീർത്ത് അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കിയതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം എത്രയോ വലിയതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പാപത്തിൻ്റെ ചേറ്റിൽ ഞങ്ങളെ ഉയർത്തി ക്രിസ്തു എന്ന പാറമേൽ ഞങ്ങളെ നിർത്തി ഞങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയ പാട്ട് തന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാവിലെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ നമസ്കരിപ്പാൻ, അങ്ങേക്ക് പ്രസാദമുള്ള യാഗമായി ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്ന് ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണം. അങ്ങയുടെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച ക്രൂശ് മരണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ ക്രൂശിനെ ഓർമ്മിപ്പിക്കുന്ന തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രാഗൽഭ്യത്തോടെ സംബന്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദാസന്മാരെ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണമേ. സർവോപരി ഞങ്ങളുടെ നാമം മാത്രം ഇവിടെ ഉയർന്നിരുപ്പാൻ സഹായിക്കണം. ഞങ്ങളുടെ ജനത്തെ കൂട്ടിവരുത്തണം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനകളും കൊണ്ട് ശ്രദ്ധ വെച്ച് കേട്ടതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ,
അവിടുത്തെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ സ്വാതന്ത്ര്യത്തോടെ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധി എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാവം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി നാം പോവുകയാണ്. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നു ആത്മാവിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ, തിരുവെഴുത്തിലുള്ള സന്തോഷം അനുഭവിക്കും കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 146 സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 146. സാം നമ്പർ 146. യഹോവയെ സ്തുതിക്കുവിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിക്കുവീൻ. ഹല്ലേലൂയ. എന്നേക്കും വാഴുന്ന, എന്നേക്കും സ്ഥിതനായിരിക്കുന്ന, ആദ്യവും അന്തമായിരിക്കുന്ന, ഹല്ലേലൂയ, ജീവനുള്ളൊരു ദൈവത്തെ ഇന്ന് രാവിലെ സ്തുതിക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് തന്നല്ലോ. തുടർന്ന് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമ്മൾ വാഴ്ത്തുമ്പോൾ അവിടുത്തെ മുഖശോഭ കണ്ട് അവിടുത്തെ ആരാധിപ്പാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സ്പർശനം അനുഭവിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബുലൂസ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. കഴിഞ്ഞ പല പ്രാവശ്യം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നതാണ്. ഇന്ന് രാവിലെ തുടർന്നുള്ള ഗാന ശുശ്രൂഷ അദ്ദേഹം ലീഡ് ചെയ്യും. ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ദാസനെയും കോരങ്ങളെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി. ഈ ഞായറാഴ്ച പകൽ നമ്മുടെ ആയുസ്സിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഞായറാഴ്ച, ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്തൊരിക്കൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം, അതുകൊണ്ട് വാടിയ മുഖാരും കാണിക്കരുത്. സന്തോഷത്തോടുകൂടെ ചിരിക്കുന്ന മുഖത്തോടെ ഹല്ലേലൂയ പ്രൈസ്. ഈ പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. അല്പസമയം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ഉമ്മൻ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, കൊയർ ടീം, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വന്ദനം പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം ആരാധിക്കാം. ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ്. രാമയും പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്താണ് ആരാധന എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, അതിനൊന്നാമത്തെ ആൻസർ, ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആമേൻ. രണ്ടാമത് എന്താണ് ആരാധന? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വെളിയിലേക്ക് ഒഴുകി വരുന്ന ദൈവസന്നിധിയിൽ നമ്മൾ കാഴ്ചവെക്കുന്ന നമ്മുടെ വികാര പ്രകടനമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മെ ഇതുവരെ ദൈവം നടത്തി, ദൈവം നമ്മെ നിർത്തി, ദൈവം നമ്മെ സൂക്ഷിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. കാറ്റുകൾ, കോളുകൾ, തിരമാലകളൊക്കെയുള്ള ഈ ദുഷ്ടലോകത്തിൽ അവൻ്റെ തിരുക്കരത്താൽ നമ്മെ വഹിച്ചു. ഹല്ലേലൂയ. ആ തിരുഹിതം പോലെ നമ്മെ നടത്തി, നമ്മെ ഇന്നയോളം ദൈവം നമ്മെ പരിപാലിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹം ഓർത്ത് ഇന്ന് പകൽ എത്ര പേര് കർത്താവിനെ സ്തുതിക്കും? നമുക്ക് ഒരുമിച്ച് അല്പസമയം ഈ പാട്ടിൻ്റെ വരികൾ പാടി ഹൃദയം കൊണ്ട് കർത്താവിന് അല്പസമയം നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം നടത്തണമേ, തിരുക്കരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ
ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. അനുഭവമുള്ളവർ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ. ആ ദൈവിക ആശ്വാസം പ്രാപിച്ചവര് സന്തോഷത്തോടെ തിരുക്കരത്താൽ ദൈവം നമ്മെ വഹിച്ചു. ആ ഉറപ്പും ധൈര്യമുള്ളവർ നടത്തണമേ തിരുക്കരത്താൽ വാഹിച്ചു എന്നേ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാം ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാം ദേശമത്. ആ ദൈവകരങ്ങളിൽ ആ അത്ഭുതത്തിന്റെ കൈകളിൽ നമ്മെ നമ്മെ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ യേശുവേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണം. കുശവൻ കയ്യിൽ കുശവൻ കയ്യിൽ. ഈ ആരാധനയുടെ ആരംഭ സമയത്ത് എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും? നിന്റെ ഹിതം പോലെ, നിന്റെ ഇഷ്ടം പോലെ. എന്റെ ഹിതമൊന്നും വേണ്ടപ്പാ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ വചനം പോലെ, അവിടുത്തെ ഹിതം പോലെ എന്നെ പണിയണം. അതിനുവേണ്ടി എന്നെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. ഈ ഞായറാഴ്ചയും അങ്ങയുടെ ഹിതം തിരിച്ചറിയുന്നതിനു വേണ്ടി. കുശവൻ കയ്യിൽ ഞങ്ങളുടെ ഹിതമൊന്നുമല്ല, ഞങ്ങളുടെ ഇഷ്ടമൊന്നുമല്ല, അങ്ങയുടെ ഹിതം പോലെ, അങ്ങയുടെ ഇഷ്ടം പോലെ ഓരോ ദിനങ്ങളും ഓരോ നിമിഷവും അങ്ങയുടെ ഹിതം ആ മാത്രം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ, ചുവടുകൾ വയ്ക്കുവാൻ. അധരങ്ങളെ തുറന്ന് കർത്താവിനെ എത്ര സ്തുതിക്കും. ആ തീരുമാനമുള്ളവര് അവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൈകളടിച്ച് അന്യഭാഷകൾ അല്പം കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ഒരേ ഒരു നാമമാണ് യേശു. ആ യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അവനെയാണ് ഇന്ന് പകൽ ഉയർത്തുന്നത്. ദൂതന്മാർ വാഴ്ത്തുന്നവനാണവൻ, അത്ഭുത മന്ത്രിയാണവൻ. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടല്ലെന്ന് പറഞ്ഞവനാണവൻ. ഓ
Rabaragadiga, Aistamariana Gadadige, Ropana Gatimana Galkastaradiga Timana, Atakabariana Gadaradiga Samanaga, Ariara and Andrisha, the Yama Matagayana, Yara and Parishutatma, Yara and Andrisha, the Tirmanikiana, in the Jiva the Pani and the Jiva the Naratuna, Mitratolam Sahai Chava, Inium Sahai Pan Karian the Daiva. Oh, Rabaragadiga Zabaraga. Samanaga Diga Samanaga Rokabadiana Gastare, the Kadayalaga, Rapanaga Diga Tamanaga Diga. Thank you, Jesus. 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 Hallelujah. 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 ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ ഒരു വലിയ കൂട്ടം ജനത്തിന് നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെല്ലാവരും മിസ്പയിൽ ഒരുമിച്ച് കൂടുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവജനം മിസ്പയിൽ ഒരുമിച്ച് കൂടി. ഹല്ലേലൂയ, കൂടിയ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഹല്ലേലൂയ ശമൂവേൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഈ ഞായറാഴ്ച ഈ ആലയത്തിൽ നിൽക്കുന്ന ഈ സമയം വരെ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കഴിവ് കൊണ്ടല്ല, ലോകത്തിൽ ആരെങ്കിലും നമ്മെ സഹായിച്ചത് കൊണ്ടല്ല, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഞാൻ ഗ്രഹിക്കുന്നു, ഇത്രത്തോളം സഹായിച്ച ദൈവം ഇനിയും സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സഹായം വെളിപ്പെടുന്ന ഒരു പകലാണ് ഈ ആരാധന. ഏത് മണ്ഡലത്തിലാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം വേണ്ടത്, യഹോവ നമ്മെ സഹായിക്കുന്ന ആ ദൈവം ഏത് മേഖലയിലാണോ ഒരു ദൈവത്തിൻ്റെ സഹായം വേണ്ടത്, ആ മേഖലയിൽ ഈ ആരാധന നടുവിലും നമ്മെ സഹായിപ്പാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ നമുക്ക് തുടർന്നും ഈ ഗാനത്തിൻ്റെ വരിയിൽ കൂടെ പാടി കർത്താവിനെ ആരാധിക്കാം. ആ പാട്ടിൻ്റെ ഒരു വരികളിൽ ഇങ്ങനെയുണ്ട്, അസാധ്യമായൊന്നും എൻ്റെ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. പൗലോസ് പ്രസംഗിച്ചപ്പോൾ നടക്കാത്ത അത്ഭുതം നടന്നത് പൗലോസ് പാടിയപ്പോഴാണ് നടന്നത്. അർദ്ധരാത്രി അവർ എഴുന്നേറ്റ് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ മുൻപിലുള്ള ഇരുമ്പ് ഗേറ്റുകളെ ദൈവം തുറന്നതാണ്. ഈ ആരാധനയിലും ചില വഴികൾ ദൈവം തുറക്കുകയാണ്, ചില അടഞ്ഞ വാതിലുകൾ തുറക്കുകയാണ്. പെൻഡിങ് ആയി കിടക്കുന്നത്, പിശാച് കാലപ്പഴക്കം വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, ആ അടഞ്ഞ മേഖലകളിൽ ദൈവം തുറക്കുന്ന എത്ര വിശ്വസിക്കുന്നു? ആ കൈകളെ തട്ടി കർത്താവിനെ ഹല്ലേലൂയ പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. അവൻ നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറും. ഒരിക്കൽ കൂടെ, നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവകുഞ്ഞാടിനെ ആരാധിക്കാം. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവകുഞ്ഞാടിനെ ആരാധിക്കാം. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ അവൻ വിശ്വസ്തനാണ്. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവകുഞ്ഞാടിനെ ആരാധിക്കാം. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവകുഞ്ഞാടിനെ ആരാധിക്കാം. ഉന്നതന് പാടാം, സ്തോത്രഗീതം പാടാം,
ആമേൻ. അസാധ്യമായും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധന. ആമേൻ. മായയാമീ ലോകം നീ വെറുത്തിടുക, നായകന്റെ ദർശനം നീ പ്രാപിക്കുക. മായയാമീ ലോകം നീ വെറുത്തിടുക, നായകന്റെ ദർശനം നീ പ്രാപിക്കുക. സർവശക്തനാണല്ലോ എന്റെ ദൈവമേ, വാഗ്ദത്തം നിവർത്തിക്കും സംശയമില്ല. ആമേൻ. സർവശക്തനാണല്ലോ എന്റെ ദൈവമേ, വാഗ്ദത്തം നിവർത്തിക്കും സംശയമില്ല. ആമേൻ. സർവശക്തനാണല്ലോ എന്റെ ദൈവമേ, വാഗ്ദത്തം നിവർത്തിക്കും സംശയമില്ല. ആമേൻ. സർവശക്തനാണല്ലോ എന്റെ ദൈവമേ, വാഗ്ദത്തം നിവർത്തിക്കും. ഉന്നതന് പാടാം, ഉന്നതന് പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു സന്തോഷത്തോടെ. ഉന്നതന് പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധന. ആമേൻ. അസാധ്യമായൊന്നും എന്റെ യേശുവിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ യേശു അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന യേശുവാണ്. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്, സകലവും സാധ്യമാണ്. എത്ര പേര് ഇന്നലെ പകൽ വിശ്വസിക്കുന്നുണ്ടത്? അവരെ അധരങ്ങൾ ചലിക്കട്ടെ, അവരെ കരങ്ങൾ ഹല്ലേലൂയ ചലിക്കട്ടെ, അവരെ ഹൃദയം തുറക്കട്ടെ ദൈവസന്നിധിയിൽ. ഇന്ന് എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് പറയും പാടും, എൻ്റെ ദൈവം ഈ ആരാധനയിലും അസാധ്യമെന്ന് പറഞ്ഞത് ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ, അക്കമിട്ട് എണ്ണി എണ്ണി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിൽ ഒരു സാധ്യതയും കാണാതിരിക്കുന്ന മേഖലകളിൽ അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ഇന്ന് അല്ലെങ്കിൽ ഈ ആരാധനയിൽ കടന്നു വന്ന് ഇവിടെ ഇരിക്കുന്നത് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ലഭിക്കാത്ത ചില ദൈവപ്രവർത്തികൾ ആത്മീയ മണ്ഡലത്തിലും ഭൗതികമായ മേഖലയിലും അസാധ്യമെന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവാത്മാവിന്റെ കടന്നുകയറ്റം, ദൈവാത്മാവിന്റെ ഇടപെടലുകൾ ഈ ആരാധന ഉണ്ടാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. ഒരു സാധ്യതയും കാണാതിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് നടുവിൽ ചില സാധ്യതകൾ ഈ ആരാധന നടുവിലും ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ പാടുമ്പോൾ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗം എനിക്കായി തുറക്കും. വ്യാപരിക്കുന്ന അല്ല അന്ധകാര പൈശാച വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ദൈവജനത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു വെച്ച് കെട്ടിപ്പൊക്കി ഉയർന്ന സകല മതിലുകളും ഇടിച്ചു മാറ്റാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ സ്തുതി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവർ യേശുവേ. ഹല്ലേലൂയ. ഓറബന ഗജരാദിക അസ്തമന ഗജരാദിക അൽഖമന ഗജരാദിക സ്തരാദികത്തിലേ റോഷവരിയന ഗജരാദിക വന ഗജരാദിക ഗഗന ഗജരാദിക സമന ഗൽകസ്തിലേ ഓറിയാനി ഗതിമന ഗജരാദികാരിയ സമനഗ. എത്ര പേരുടെ ഹൃദയം ഇന്ന് പകൽ ദൈവത്തിന് മുമ്പാകെ തുറക്കും. പുറം കണ്ട് തുറന്നാൽ അടുത്തിരിക്കുന്നവരെ മാത്രമേ കാണാൻ കഴിയൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണു തുറന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനം മണത്തറിയുന്ന യേശുവൻ ഇന്ന് പകൽ കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അവൻ ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ നമ്മുടെ നാവുകൾ പോരാ. അവൻ തന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ ഈ ലോകത്തിൽ എത്ര സ്തുതിച്ചാലും അത് മതിയാവുകയില്ല. കാരണം കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നും അന്നില്ലായിരുന്നു. എന്നാൽ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന മേഖലകളിൽ എൻ്റെ ദൈവം എനിക്ക് ചില സാധ്യതകൾ ഒരുക്കി. ദൈവത്തിൻ്റെ സാധ്യതകൾ കഴിഞ്ഞ നാളുകൾ ഒരുക്കി. ശമൂവേൽ പറഞ്ഞതുപോലെ ഞാടീനും ഇന്ന് പകൽ എഴുന്നേറ്റെന്ന് വിളിച്ചു പറയുകയാണ്, ഈ കഴിഞ്ഞ നാളുകളിൽ നിന്ന് എനിക്കും സാധ്യതകൾ ഒരുക്കിയ ദൈവം
ഇനിയും ചില സാധ്യതകൾ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ആ രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞു, യേശുവിൻ്റെ അരികെ ഞാൻ പോകും, അവനെ ഞാൻ തൊടും. എൻ്റെ 12 വട്ടം പഴക്കമുള്ള 12 വർഷം പഴക്കം ചെന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇന്ന് പകൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വാസത്തോടു കൂടിയാണ് ആ സ്ത്രീ യേശുവിൻ്റെ അരികിൽ വന്നത്. ഹല്ലേലൂയ. അവൻ സകല നന്മകളുടെയും ഉറവിടമാണ്. അല്ലെങ്കിൽ സകല നന്മകളും സർവ്വദാനങ്ങൾക്കും നമുക്ക് ദാനമായി തന്ന കർത്താവാണ്. നമുക്ക് ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ആമേൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. അപ്പാ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ. ആമേൻ. ഹല്ലേലൂയ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പാപിയമെന്നെ നേടുപദേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുപദേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, യേശുവേ. ഹല്ലേലൂയ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പാടികൾ തറയപ്പെട്ടത് എൻ പേർ കാണുന്നു, കാലിനും പാടികൾ തറയപ്പെട്ടത് എൻ പേർ കാണുന്നു. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ. യെസ് യെസ്. ആമേൻ. നാവിതു പോരാ, നാസും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്നു. ആമേൻ. നാവിതു പോരാ, പോരപ്പാ. ഞങ്ങളുടെ നാവ് കൊണ്ട് വർണ്ണിച്ചാൽ പോരപ്പാ. നാവിതു പോരാ, നാളിതു പോരാ. ജീവിതപാതയിൽ ജീവിതപാത കാലുകളേറെ കുഴഞ്ഞു വീഴാതെ. ആമേൻ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ആമേൻ.
നമ്മെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയ അപ്പാ, നീ ഞങ്ങളെ താങ്ങി, നിന്റെ കൈകളിൽ ഞങ്ങളെ വഹിച്ചു, നീ ഞങ്ങൾക്ക് മുൻപായി നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നെ എല്ലാം ഇപ്പോഴും നടത്തും എന്ന് പറഞ്ഞ് കർത്താവ് ഞങ്ങളെ കൈ പിടിച്ച് നടത്തി. കാണുപോകാതെ വീണു പോകാതെ അവിടുത്തെ അത്ഭുതത്തിന്റെ കുത്തി തുളയ്ക്കപ്പെട്ട മുറിവേറ്റ കൈകളിൽ ഞങ്ങളെ പിടിച്ച് ഞങ്ങളെ നടത്തിയത് കൊണ്ടാണ് ഇന്ന് പകലും ഞങ്ങൾ ജീവനോടിരിക്കുന്നത്. അതോർത്തുകൊണ്ട് ഈ പകൽ ഞങ്ങൾ വാഴ്ത്തുന്നപ്പ അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുണ, അവിടുത്തെ ദയ ദൈവസ്നേഹം ഈ ആരാധന ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ആ ദൈവത്തിന്റെ കരുണ ഈ പകലും ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഓ റിബന ഗജരദിക സ്തരാദികൾ കവന അക്കബരിയര ഗജരദിക തമന ഗജരദിക ഓ സ്തബരികാരിയ തരാദികതിമന. ഹല്ലേലൂയ. അവൻ നമ്മെ താങ്ങി നടത്തിയ നന്മ. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ജീവൻ നൽകിയത്, അവൻ നമുക്ക് വേണ്ടി ആ പങ്കപ്പാടുകളെല്ലാം സഹിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ത്യാഗങ്ങളെല്ലാം സഹിച്ചത് നമ്മെ അവിടുത്തെ മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി. എത്ര പേരുടെ ഹൃദയത്തിൽ നന്ദി കൊണ്ട് നിറയുന്നു. എൻ്റെ ആ കണ്ണുകളൊന്ന് അടച്ചോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ കണ്ണുകളൊന്ന് അടച്ച് നിങ്ങളുടെ വലത് കരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. പത്മോസിന്റെ അവസ്ഥയിൽ യോഹന്നാൻ ദർശിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ ദൈവിക ദർശനം പ്രാപിച്ച ചിലർ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നടുവിൽ കർത്താവേ, നീ അല്ലാതെ മറ്റാരും എന്നെ സഹായിപ്പാനായിട്ടില്ലെന്ന് പറഞ്ഞ് തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചവർ ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അല്ല, യോഹന്നാൻ ആ തീച്ചൂളയിൽ കഷ്ടതയിൽ കിടക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൂതന്മാര് പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ പാടുന്ന ഹല്ലേലൂയയുടെ ഘോഷസ്വരം കേൾക്കുവാനായിട്ടിടയായി. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ആ കർത്താവിനെ ഒന്ന് കണ്ടേ. ബാഹ്യമായി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വലതുകരം സ്വർഗത്തിലേക്ക് എൻ്റെ കഷ്ടതകളെല്ലാം, എല്ലാ പ്രതിസന്ധികളും ഒന്ന് മറന്ന് അല്പസമയം ഹല്ലേലൂയ ദൈവത്തിനും ഹല്ലേലൂയ പുത്രനും ഹല്ലേലൂയ ആത്മാവിനും ഇന്നും സർവകാലത്തും ഹല്ലേലൂയ ദൈവത്തിനും ഹല്ലേലൂയ പുത്രനും ഹല്ലേലൂയ ആത്മാവിനും ഇന്നും സർവകാലത്തും ഞാൻ കർത്താവിനായി പാടും, ജീവിച്ചിടും നാളെല്ലാം ദൈവ മഹത്വം കൊണ്ടാടും. ദൈവ മഹത്വം കൊണ്ടാടും, കീർത്തിക്കും തൻ വാത്സല്യം. ദൈവ മഹത്വം കൊണ്ടാടും, കീർത്തിക്കും തൻ വാത്സല്യം. സ്വർഗീയ പിതാവേ, ഈ നല്ല ആരാധന നടുവിൽ ജീവനുള്ള ഒരു ശരീരം തന്ന് ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുകയാണ്. കർത്താവിയുടെ കൃപ കൊണ്ട് ഞങ്ങളെ പിന്നെയും നിറയ്ക്കണമേ. തുടർന്നും ഞങ്ങളോട് സംസാരിക്കണമേ. സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിൻ്റെ നാമത്തിൽ സകല സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ദൈവം സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ.
ദൈവം ചെയ്ത നന്മകൾ അതിനെക്കുറിച്ച് പറയുവാനും പാടുവാനും നാവും നാളും ആയുസ്സും പോരാ. ദൈവം ചെയ്യുന്ന സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കർത്താവിദാസനെ ഇന്ന് പകൽ നമ്മളൊന്ന് ചേർന്ന് ആരാധനയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയല്ലോ. പ്രിയപ്പെട്ടവനെയും ശുശ്രൂഷയും പിന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. So before I go further, I invite our little ones, youngsters to come forward. പെട്ടെന്ന് വന്നാട്ടെ. I do not set aside the grace of God, for if righteousness came by the law, then Christ died in vain. Galatians 2 verse 21. I do not set aside the grace of God. If righteousness comes through the law, Christ died in vain. Commit your actions to the Lord, and your plans will succeed. Delight your Lord. Delight yourself in the Lord, and I will give you the desires of your heart. Psalms 38 verses 17 and 18. For I am ready to fall, and my pain is ever before me. I confess my iniquity. I am sorry for my sins. Psalms 90 verse 2. Before the mountains were brought forth, wherever you have formed the earth, even from everlasting to everlasting, you are God. Galatians 2 verse 21. I do not set aside the grace of God, for if righteousness comes through the law, then Christ died in vain. Hebrews 4 verse 16. Let us then approach God's throne of grace with confidence, so that we may receive mercy and find grace to help us in our time of need. As he who calls you is holy, you also be holy in all your conduct, for it is written, Be holy, for I am holy. 1 Peter 1 verse 15 and 16. 1 John chapter 2 verse 16. For all that is in the world, the lust of the eyes, the lust of the flesh, and the lust of the eyes, and the pride of life, for it is not from God, but is from the world. For the grace of God that brings salvation has appeared to all men, teaching us that, denying ungodliness and worldly lust, we shall live soberly, righteously, and godly in the present age. Titus 2:11-12. For we do not have a high priest who is unable to feel sympathy for our weaknesses, but we have one who has been tempted in every way, just as we were, yet he did not sin. Let us then approach God's throne of grace with confidence,
so that we may receive mercy and find grace to help us in our time of need. Hebrews 4, verses 15 and 16. പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തന്ന ദാനങ്ങൾ ഉദരത്തിൻ്റെ ഫലമായത് അവൻ്റെ അവകാശമാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സാമുവൽ ജോഷുവ, ബ്രദർ സാമുവൽ ജോഷുവ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സാം പ്രാർത്ഥിച്ച സ്തോത്രം, സ്തോത്രം. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഒരിക്കൽ കൂടെ സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മളെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് റിപ്പോർട്ട് ആൻഡ് പ്രയർ റിക്വസ്റ്റിനുള്ള സമയമാണ്. സൂമിലുള്ളവർക്ക് ആദ്യം സമയമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവനെ സെക്രിയ പ്രവചനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ടോപ്പിക്സ് ഉണ്ട് പ്രസംഗിക്കാൻ. അതിലൊന്ന് യേശു കർത്താവിൻ്റെ രക്തം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി പറയാനായിരുന്നത്. അപ്പോൾ ചോദ്യം, കഴിഞ്ഞ ആഴ്ച എന്തുവാ പ്രസംഗിച്ചത്? അത് നിങ്ങൾക്കറിയാൻ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം അങ്ങ് വിടുക. സ്തോത്രം. ഓർമ്മയില്ലാത്തവരൊന്നും അല്ല, എനിക്കറിയാം. നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. നമ്മൾ ചില കുഞ്ഞുങ്ങൾക്ക് തിങ്കളാഴ്ച കൊടുത്താൽ വെള്ളിയാഴ്ച വരെ സമയമുണ്ട് ചെയ്യാൻ. നിങ്ങൾക്ക് 2-3 ആഴ്ച തന്നിരിക്കുക അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കിയും കൊണ്ട് ഞാൻ പിന്നീട് വരാം. ഈ 2 ദിവസങ്ങൾ ശുശ്രൂഷിച്ച സമയത്ത് ദൈവാത്മാവ് എന്നോട് വീണ്ടും ഇടപെട്ട്, കർത്താവിന് മേശയുണ്ടല്ലോ, അതുകൊണ്ട് വിഷയം ഞാനൊന്ന് വായിച്ചു വിടാം. സെക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ഉം 12-ഉം. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരും. Because of the blood of a covenant, I will set your prisoners free from the waterless pit. അവിടെ കിടക്കുന്നവർ ജസ്റ്റ് പ്രിസനേഴ്സാ. നെക്സ്റ്റ് വേർഡിൽ ആ പ്രിസനേഴ്സ് ആരായി തീർന്നറിയാമോ? പ്രിസനേഴ്സ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുള്ള ബദ്ധന്മാർ. അതിന് മുഖാന്തരമായത് നിയമരക്തം. ഇനി ഇതോട് ചേർന്നൊരു വാക്യം വായിക്കാൻ പറ്റുമല്ലോ നമുക്ക്. എബ്രായലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം.
Oh, hallelujah. 24, to Jesus, the mediator of the new covenant, and to the blood of sprinkling that speak better things than that of Abel. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം because of the covenant blood. ഞാൻ വന്നപ്പോൾ എന്നോട് ജോണി ചോദിച്ചു, ഇതെന്ന് എന്നെന്താ എല്ലാം ചുമന്ന അക്ഷരത്തിലൊക്കെ. എൻ്റെ സ്ക്രീനും ചുമന്നത് ആ മൂലയ്ക്ക് കണ്ടോ? ആ ലൈനും ചുമന്ന് എന്ന് വേണ്ട. സ്തോത്രം. പുതുനിയമത്തില് എബ്രായ ലേഖനത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത ഒരുത്തിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ രഹ. അവരുടെ പ്രൊഫഷൻ സഹിതം എഴുതിയിരിക്കുന്നത്. പക്ഷേ സംഹാരദൂതൻ കടന്നു പോകാൻ കാരണം ചുവന്ന ചരട. അതാ നമ്മളെ പ്രൊഫഷനൊന്നും എഴുതി വെക്കാത്തതിനാണ് സ്തോത്രം. ഹല്ലേലൂയ. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തു. ചുരുങ്ങിയ സമയമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. സെക്കറിയാവിൻ്റെ പുസ്തകത്തിൽ ആലയപ്പണിയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. സ്തോത്രം. ജോണി അങ്ങോട്ട് നോക്കിക്കാറുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഒരു സ്തോത്രമൊക്കെ പറയാം. ദൈവത്തിൻ്റെ പണി ദൈവം ചെയ്യും. ഏതെല്ലാം ഗവൺമെന്റ് വന്നാലും ഒരു നല്ല സ്തോത്രമൊക്കെ പറയണം. ഏതെല്ലാം ഗവൺമെന്റ് മാറി മറിഞ്ഞു വന്നാലും, ഞാൻ പേരാരെ എടുക്കുന്നില്ല, കേരളം, ഇന്ത്യയുടെ ഭാരത മണ്ണിൽ ഇന്ന് വളരെ പ്രശ്നമാണ്. ഭക്തന്മാർക്ക് ആരാധിക്കാൻ ആരെയും തുറന്നു കിട്ടുന്നില്ല. പക്ഷെ ആരാധന മുടങ്ങിയിട്ടില്ല. പ്രാർത്ഥനാലയം മുടങ്ങിയിരിക്കുക, പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയട്ടെ. ആ സാഹചര്യം സന്തോഷമല്ലെങ്കിലും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാ വളരുന്നത്? സൈന്യത്താലല്ല, മാൻ പവറിനാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. വല്ലപ്പോഴേക്കും അത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന്. ഗേറ്റ്സ് ഓഫ് ഹെൽ, പാതാള ഗോപുരങ്ങൾ. സ്തോത്രം. അപ്പോൾ ഈ അധ്യായത്തിൽ അതിനെങ്ങനെ പണിയുമെന്ന കൃപ, കൃപ എന്നാർത്ഥോടെ നമ്മൾ ഇത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവും എന്തുവാ കൃപയെന്ന്. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞു, അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിച്ചതാണ്. ഒന്ന്. രണ്ട്, നിന്റെ വിഷയത്തിന്റെ മധ്യേ നിന്റെ മേൽ പകരപ്പെടുന്ന ദൈവശക്തി കൃപയാ. അതാ അവിടെ പറയുന്നത്, കൃപ, കൃപ, ദൈവാത്മാവിന്റെ ശക്തിയാൽ. തീത്തോസ് പറയുന്നു അത് മാത്രമല്ല, കൃപ അവനാ. ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞവരാ ഈ ആലയത്തിൽ ഇന്നിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. അവൻ നമ്മെ കൃപയാൽ വീണ്ടെടുത്തു. അവൻ തന്നെ കൃപ.
കൃപയുടെ കാര്യം പറയുമ്പോൾ കൊണ്ടു നിർത്തുന്നത് ക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോനെ ഇതങ്ങ് മാറ്റിയത് ഇപ്പം പിന്നെ ഇട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ദൂതൊക്കെ ഉണ്ടെങ്കിലും ആലയപ്പണി നടക്കുന്നില്ല. ആലയപ്പണി നടക്കുന്നില്ല. ദൂതുണ്ട്, പ്രോമിസ് ഉണ്ട്, വെളിപ്പാടുണ്ട്, ചെയ്യുവാൻ സന്നദ്ധനുണ്ട്, ആത്മാവിൻ്റെ ഉദ്യമമുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ക്ഷീണിച്ചില്ല. പ്രതികൂലത്തിൻ്റെ മധ്യയും ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത്. അതിൻ്റെ തെളിവായത് ദൈവാലോചനയുണ്ടല്ലോ, ദൈവം എന്നോട് പറഞ്ഞാണല്ലോ, ദൈവം ഇപ്പം പ്രവർത്തിക്കുന്നു പറഞ്ഞാണല്ലോ, ഇതുവരെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നോട് ക്ഷീണിക്കരുത്, ക്ഷീണിച്ചു പോകരുത്. ധൈര്യത്തോടിരിക്കും. ദൈവം നിന്നെ ധൈര്യപ്പെടുന്ന വചനം തന്നില്ലേ? 9-ാം അധ്യായത്തില് ഞാൻ ജോസിഫസിന്റെ പുസ്തകം വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല വാസ്തവമാണെന്ന്. അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പറ്റിയാ 1 മുതൽ 8 വരെ എഴുതിയിരിക്കുന്നതെന്ന്. ആർക്കറിയാം? ഞാനതുപോലെ എടുത്ത് എനിക്ക് പ്രസംഗം ചെയ്യുന്ന വേണമെങ്കിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ശരിയായിരിക്കും, ജോസിഫസ് എഴുതുന്നത് ശരിയായിരിക്കുമല്ലോ. നിങ്ങൾക്ക് കേട്ടോ, എൻ്റെ അടുത്തൊരു ജോസിഫസിൻ്റെ പുസ്തകം ഇരിപ്പുണ്ട്. നിങ്ങളോട്ടോ എവിടെയെങ്കിലും സൂമി കാണാം. അതാ പറഞ്ഞത്, പലരും കാണത്തില്ല. പിന്നെ അറിയുന്നത് ഹല്ലേലൂയ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഈ 9-ാം അധ്യായം 1 മുതൽ 8 വരെ ഒരു വേൾഡ് ലീഡറിന്റെ കാര്യമായി എഴുതിയിരിക്കുന്നത്. ഈ പ്രവചനത്തിന് ശേഷം 300 വർഷത്തിന് ശേഷം ഭൂമിയിൽ വന്ന വ്യക്തിയുടെ പേരാ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ സ്റ്റേറ്റ്, സമുദ്രമേ നീയും ഒരു കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെയും വെട്ടിപ്പിടിക്കുമായിരുന്നു. അതിൻ്റെ താഴെ എന്തിനായി 9-ാം വാക്യം മുതൽ വേറൊരുവന്റെ കാര്യം എഴുതിയിരിക്കുന്നത്? സൈന്യം കൊണ്ടും കരബലം കൊണ്ടും ധനബലം കൊണ്ടും രാജാക്കന്മാർ ഭൂമിയെ കൈവശമാക്കുമ്പോൾ ഒരു ആയുധവുമില്ലാതെ സ്നേഹത്തിന്റെ വാക്കുകൊണ്ട് ഭൂമിയെ കൈവശമാക്കിയ ഒരു രാജാവ്. ഇന്നാണ് ആ ഭാഷ പറയുന്നത്. ഉന്നതൻ നീ, അത്യുന്നതൻ നീ. ബാക്കിയൊന്ന് പറഞ്ഞേ. എന്തിനാ ഈ പ്രസംഗിക്കുന്നറിയാമോ? അവനെപ്പോലെ വേറൊരു ഇല്ലാത്തോണ്ടാ. രാഷ്ട്രീയക്കാരെ ആരെക്കൊണ്ട് എങ്ങനെ പ്രസംഗിച്ചാലും പ്രസംഗത്തിലെ വാക്ക് നിന്നു പോകും. 5-10 വർഷം മുമ്പ് ലീഡർ മാറുമെന്നേ. നമ്മുടെ ലീഡർ ഒരിക്കലും മാറുകയില്ല. എത്ര വർഷം അവനെ കുറിച്ച് പറഞ്ഞാലും അന്നേരെയും ഇന്നുവരേക്ക് വരില്ല. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാൽ നിൽക്ക, യെരൂശലേം പുത്രിമാരെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജനിച്ചപ്പോഴേ രാജാവെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ. ജനിച്ചപ്പോഴേ വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ. ജനിച്ചപ്പോഴേ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ. ഇന്ന് രാവിലെ നീയും ഞാനും ആരാധിക്കുന്ന ദൈവം. പിന്നെ എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ സ്തോത്രം പറഞ്ഞാൽ എന്താ കുഴപ്പം? ആനന്ദത്തോടെ ദൈവത്തോട് സൂചിച്ചാൽ എന്താ കുഴപ്പം? ഹല്ലേലൂയ. നിങ്ങൾ പാട്ടുകളെ പാടി ഇന്ന് ആരാധന കർത്താവിടെയാക്കി. നാം ഇത് പോരെന്നേ. ദൈവം ചെയ്ത നന്മകൾ. ഒരു രാജാവിനെ മാറ്റിയിട്ട് വേറൊരു രാജാവിനെ പ്രസന്റ് ചെയ്യുക. ഞാൻ എൻ്റെ പണി ചെയ്യും. പക്ഷേ ഞാൻ ഈ വചനത്തിന് പ്രത്യേകതയുണ്ട്, അറിയാമോ? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ ഒന്ന് ഹൃദയം
കത്തിക്കൊണ്ടിരിക്കും. കത്തുന്നുണ്ടോ ആരുടെ? ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന. അതെ, അവൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, ദൈവവചനം കേൾക്കുമ്പോൾ ആത്മീയന്റെ ഹൃദയം കത്തണം. 2, വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളും. എവിടാ കുന്നിടുന്നേ? അന്നേരം പറയരുത് കുത്തി പ്രസംഗിച്ചാണ്. ഒരു സ്വതന്ത്രം പറയാം. മാത്യുവിന് പ്രത്യേകത അറിയാമല്ലോ, ഞാൻ ആരെയും കുത്തി പ്രസംഗിക്കത്തില്ല. പിന്നെ ആർക്കെങ്കിലും തോന്നിയ എന്നെ പറ്റിയാ പ്രസംഗിച്ചത്, അവരെ പറ്റി തന്നെയാ. മനസ്സിലായില്ലേ പാസ്റ്റർക്കല്ലേ? അത് എവിടെയെങ്കിലും പോയി പറയാ. ഇത് അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ മനഃപൂർവ്വമായി ദൈവാത്മാവ് കുത്തുകൊണ്ട് ഒരു സമൂഹം പറഞ്ഞു കേൾക്കണോ, രക്ഷപ്പെടുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചാൽ അതൊരു തെറ്റല്ല. ഈ ശുശ്രൂഷകൻ ഞങ്ങളോടും ഇതിടപെടും, കേൾക്കുന്ന നിങ്ങളോടും ഇടപെടും. 3, വചന ശുശ്രൂഷിക്കുമ്പോൾ ഹൃദയം തുറക്കുമോ ഇല്ലയോ? പുഴയരികില് ഒരു ഉപദേശിയും അസിസ്റ്റന്റ് ഇപ്പോഴാണ്, അന്ന് അസിസ്റ്റന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരുത്തന്നെ വലിയ കാണിക്കാൻ പറ്റുന്ന ചെറുതാണ് അസിസ്റ്റന്റ് പറയുമ്പോൾ ബൈബിളിലില്ല. കോ വർക്കർ എന്നേ ഉള്ളൂ, കൂട്ടുവേലക്കാരൻ. തീത്തോസ് നിങ്ങൾക്ക് കൂട്ടാളിയും, നിങ്ങൾക്ക് കൂട്ടുവേലക്കാരനും എനിക്ക് കൂട്ടാളിയും. അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലുത് നീ ചെറുത്. ഈ ഒരു കാര്യം, ഈ വല്ലപ്പോഴൊക്കെ ഈ സീനിയർ പാസ്റ്റർ എന്ന് പറയുന്നതേ തെറ്റാ. ആ വേർഡൊന്ന് സീനിയർ മാറ്റിത്തരാം. പിന്നെന്തോ പറയണോ? അതെ അതെ അതെ, മിന്നിയാക്കൊണ്ട് നിൽക്കണം, എനിക്ക് സമയം പോന്നു. ഹല്ലേലൂയ. ദൈവസഭയിൽ വലിയവനും ചെറിയവനും സീനിയറും ജൂനിയറൊന്നുമില്ല. നമ്മുടെ ശുശ്രൂഷ കണ്ട് അതിനൊത്തവണ്ണം ആദരവ് കൊടുത്താൽ മതി. സ്തോത്രം. അപ്പോൾ ഹൃദയം തുറന്നേ. 2 ഉപദേശിമാർ പോയപ്പോൾ അവർക്ക് ഇവിടെ ആരുമില്ല സ്ഥലമാണ്, ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം. അവിടെ എന്തുവാ, ഇവിടെ എന്തുവാ, അവിടെ ഗോപുരമുണ്ടോ, ഇവിടെ പാർക്കുണ്ടോ, അത് നോക്കിയല്ല പോയത്. പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു പോയി. ഒരു ഭക്തൻ എവിടെ പോയാലും ആദ്യം അന്വേഷിക്കുന്നത് എന്തുവാ? അന്നേരം പുഴവക്കത്ത് എന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ വേണ്ടൊരു സഹോദരി ഇരിക്കുന്നു. അവനറിയത്തില്ല ഇവർ എവിടുത്തുകാരിയാന്ന്. അങ്ങോട്ട് പറഞ്ഞു വിട്ടവനറിയാം. ആസ്യയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് വിടാതെ പരിശുദ്ധാത്മാവൻ നിർബന്ധിച്ച് നീ ഇപ്പൊ അവിടെ പോകണ്ട, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ആസ്യക്കാരിയുണ്ട്. ദൈവിക പ്ലാൻ നോക്കിയേ. അവന്റെ ഹൃദയത്തിലെ താല്പര്യം ഏഷ്യയിൽ പോയി സുവിശേഷം അറിയിക്കുക. ദൈവത്തിന്റെ പ്ലാൻ യൂറോപ്പിൽ സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുക. അവന്റെ ആഗ്രഹം സാധിച്ചു, ദൈവത്തിന്റെ ആഗ്രഹം സാധിച്ചു. ഇല്ലയോ? അവന്റെ ആഗ്രഹം ഏഷ്യയിൽ പോകണം, ഏഷ്യക്കാർത്തോട് സൂചനം പറയണം. ദൈവത്തിന്റെ ആഗ്രഹം ഇപ്പൊ യൂറോപ്പിലാ. ഏഷ്യയിൽ പോകണ്ടെന്നും പറഞ്ഞത് ഇപ്പൊ യൂറോപ്പിലാ. ഏഷ്യയിൽ സഭ ഇല്ലയോ? വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കുന്നേ. ഉത്തരം ഇപ്പൊ യൂറോപ്പിൽ ആരുണ്ട്? തുയച്ചൈരക്കാരെത്തി. തുയച്ചൈര എവിടാ? എവിടെ? ഇവിടെ ഈ രക്താംബരം ആളായിരിക്കും, എന്തോ എനിക്കത്തല്ല കേട്ടോ. വിൽക്കുന്നവരോ ബിസിനസ്സാ. ബൈബിളിൽ ഇരിക്കുന്നത് ദൈവം അവളുടെ
അതാണ് ഹൃദയംഗമായൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് പറയും. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം, കോഴഞ്ചേരിക്ക് പോകരുതെന്ന് പറയുന്നത്. സ്തോത്രം. തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഹൃദയത്തിലേക്കത് പോകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ പ്രസംഗത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ അടിക്കുന്നത്. അതെന്തിനാ? എനിക്കങ്ങ് വലിയ ആത്മാവിന് ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങളെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഉറങ്ങാൻ നിങ്ങൾ മെനക്കെടുകയും വേണ്ട. വേണമെങ്കിൽ പാട്ട് ശുശ്രൂഷിക്കണം, ഉറങ്ങിക്കൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി 4 ഒന്നുകൊണ്ട് കഠിനപ്പെട്ടു, അതിന് മരുന്നില്ല. 2 വചനം പ്രവൃത്തി ചെയ്യുന്നത് കാണണോ? ഇല്ലാത്തതിനെ ഉളവാക്കുന്നു. കഴിഞ്ഞ പകൽ നമ്മൾ വായിച്ചതാ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ. വിശ്വസിക്കുന്നുണ്ടോ അറിയണം? അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുമില്ല, ഇനിയും എല്ലാ വഴിയും അടഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ അവിടെ വിളിച്ചു വരുത്തുന്ന ഒരുവനുണ്ടെന്ന്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഉയർത്തുന്നവൻ. പോട്ടെ, ആ ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാം. അപ്പൊ 2 വചനം വായിച്ച് സൗഖ്യം വഹിക്കുന്നവനാ. ഞാൻ പറയട്ടെ, ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിച്ചാൽ സൗഖ്യം വ്യാപരിക്കും. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. 3 തങ്ങളുടെ കുഴിയിൽ നിന്ന് വചനം വഹിച്ച് വിടുവിക്കും. ആ വിഷയം ഇതായതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. ഇവിടെ വായിച്ചത്, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ ഇതിൽ ബദ്ധന്മാരെ വാട്ടർലെസ് പിറ്റ്, ബോട്ടംലെസ് പിറ്റ് അല്ല, ബോട്ടംലെസ് പിറ്റ് ഒറ്റ കുഞ്ഞിനെ പിടിപ്പിക്കാൻ പറ്റത്തില്ല. 41 ഉപവസിച്ചാലും അവിടുന്ന് മടങ്ങി വരത്തില്ല. 40 ഉള്ള കർത്താവിൻ്റെ ഇനി ഒന്നുകൂടെ ബോണസായിട്ട് ഒരു ദിവസം കൊണ്ട് ഇരുന്നേക്കാം. നോ, അവിടെ പോകാതിരിക്കാൻ വേണ്ടിയാ ഈ ക്രമീകരണം. ഇത് വാട്ടർലെസ് പിറ്റാ, ഉണങ്ങി വരണ്ട അവസ്ഥ. ദർശനക്കാരൻ എവിടെ കിടന്നാലും എഴുന്നേറ്റ് വരും. സ്തോത്രം. ഞാൻ മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്നൊരു ടോപ്പിക്ക് പ്രസംഗിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് മരുഭൂമിയിലെ കുഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നില്ല, അതൊന്ന് പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ. ഉൽപ്പത്തിയിൽ തന്നെ ഉണ്ട് പല കുഴി, ഇല്ലയോ? മക്കളെ അതൊന്നിട്ടേ, ഉൽപ്പത്തിയിൽ തന്നെ ഉണ്ട് പല കുഴി. ഓക്കെ ഞാൻ ബാക്കി ചെയ്തോളാം. ഈ കുഴി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, കുഴി എന്ന് പറയുമ്പോൾ ഈ ഹൗ ക്യാൻ വി ഫാൾ ഇൻ ടു എ പിറ്റ്, എങ്ങനെയാ ഈ കുഴി വീഴുന്നേ? 3 കാര്യമുണ്ട്. 1, ശത്രു നിങ്ങളെ കുഴിയിലേക്ക് തള്ളിയിടും. എനിമി ക്യാൻ പുഷ് യു ഇൻ ടു എ പിറ്റ്. അപ്പോൾ കുഴി അടുത്തൊക്കെ നിന്നാൽ എന്ത് ചെയ്യും? വീഴാൻ സാധ്യതയുണ്ട്. 2, നിങ്ങൾക്ക് സ്വയം കുഴിയിൽ വീഴാം, സ്വയം. 3, അന്ധത മൂലം നിങ്ങൾ കുഴിയിൽ വീഴും. കണ്ണ്. ഇതിന് 3നും നസ്രയന്റെ പക്കൽ മറുപടിയുണ്ട്. അത് ഞാൻ പെട്ടെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഇത് സ്പീഡ് പറഞ്ഞു പോകുമേ. 3:5 സ്പിറ്റ് ഓഫ് കാണുന്നില്ലേ? ഞാനിത് എഴുതി കാണിക്കുന്ന ഈ പലർക്കും
എഴുതാൻ താല്പര്യമുണ്ട്, പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പല കംപ്ലൈൻറ്റിലുണ്ടെന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോടുന്ന് വിചാരിച്ച് എഴുതിക്കാണ്. കർത്താവിൻ്റെ പണം കാണിച്ച പ്രസംഗമൊന്നുമല്ല. ഒന്നുകൂടി 11 മനസ്സിൽ 18 വിചാരിച്ചായത്. 3:5 എന്താ പറയുന്നത്? ആ ആ എന്തോ മോഹം ദൈവത്തെ പോലെയാകും. ഇന്നത്തെ പല പ്രസംഗവും ദൈവത്തെ പോലെ അവർ നമ്മൾ ദൈവമാണെന്നാ, കുട്ടി ദൈവങ്ങളാ. ക്രഫ്രോൾ ഡോളർ പേര് കേട്ടാലേ അറിയാം ഡോളർ എന്നാണ്. ചത്തില്ല, ചാകാൻ സമയമായി. എത്ര സ്റ്റേജിൽ പ്രയോജനപ്പെട്ട ഒരാളെന്നറിയാമോ? കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാം ദൈവങ്ങളാണ് അവനാ പറഞ്ഞു. അവൻ വലിയ ദൈവമാണ്, നമ്മളാരാ? കുട്ടി ദൈവങ്ങളാണ്. ഇപ്പം അവൻ ശുശ്രൂഷയിലേ ഇല്ല, എങ്ങാണ്ട് മായി ഒളിച്ചിരിക്കുക. പറയുന്നത് സൂക്ഷിച്ച് പറയണം, ഇതെടുത്ത് കൈകാര്യം ചെയ്ത് സൂക്ഷിച്ച് വേണം. മോഹത്തിന് എന്തോ മോഹം. ദൈവം പറയുന്നത് അങ്ങനെയൊക്കെ പറയും. നിനക്ക് വേണമെങ്കിൽ ദൈവത്തെ പോലെ ആകാമല്ലോ. പിശാച് അവളെ തുടർന്ന് അവനെ എവിടെ വീഴ്ചു? കുഴി വീഴ്ചു. അതവിടെ നിൽക്കട്ടെ, എങ്ങനെ വെളി വന്ന പിന്നെ പറയാം. കോപത്തിന്റെ കുഴി. അയ്യോ, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു. ദൂതാണോ വെളിപ്പാടാണോ എന്ന് അറിയത്തില്ല. അവിടെ തിരിച്ചോട്ടെ. സ്വത്രം, ഞാൻ അച്ഛൻ കുഞ്ഞു മുതൽ പറയുന്നത് അല്ലല്ലോ. വിശുദ്ധ കോപമുണ്ടോ? ഉണ്ടോ? മോൻസിക്കല്ല, ഞാൻ പറയാം. ചില തെളിവാണ്. യേശു ദേവാലയത്തിൽ പോയി ചാട്ടായി എടുത്തു, അടിച്ച് തകർത്ത് കളഞ്ഞു. അവൻ പറഞ്ഞേക്കണോ, ഇതെൻ്റെ ഭവനമാണ്, എൻ്റെ ഭവനമാണ്, ഇവിടെ അവിഹിതമായതൊന്നും ഉണ്ടാകാൻ പാടില്ല, അതിന് ഞാൻ കോപിക്കും. ഇത്ര മനസ്സിലായോ? ഇത് എൻ്റെ ആലയമാ. ഇവിടെ ഉണ്ടോ എൻ്റെ ആലയം? യോ, ഇത് അവൻ്റെ ആലയമാണ്. അവിഹിതമായത് വല്ലോ ഇതിനകത്തുണ്ടെങ്കിൽ കോപിക്ക. മനസ്സിലാകുന്നില്ല. യേശു ആലയത്തിൽ പോയി കോപിച്ചെന്ന് പറഞ്ഞു, നീയും കോപിക്കാനല്ല. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തിയിൽ കൂട്ടാളികൾ ആകരുത്, അതിനെ ശാസിക്കണം. ദൈവഹിതമില്ലാത്തത് എന്തെങ്കിലും ഈ ആലയത്തിനുള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേരുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, കോപിക്കുന്നൊരു കുഴിയാ. ഹല്ലേലൂയ. പാസ്റ്ററേ, അപ്പനപ്പൂപ്പന്മാർ മുതൽ ഞങ്ങള് മുൻകോപികളാണ്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാ വിഷയം. ചിലരാണെങ്കിൽ പാരമ്പര്യ പാപം വെച്ചിരിക്കുക. ശിഷ്യന്മാർ ചോദിച്ചില്ലേ, ഇവനാണോ? അതൊക്കെ എന്നാ പോയത്?
ക്രൂശിൽ പോയെന്നേ. വാഴ്ചകളെയും അധികാരങ്ങളെയും പാരമ്പര്യ ശാപവും പാപവുമെല്ലാം ക്രൂശിൽ തറച്ച് പരസ്യ കോലമാക്കി. രക്ഷാനിർണയം പ്രാപിച്ച ഒരു ദൈവപൈതലും പാപവും ശാപവും പാരമ്പര്യ ശാപവും വെച്ചുകൊണ്ടിരിക്കരുത്. നല്ല തോന്നൊന്നും പറയുന്നില്ല ആരും. നീ പുതിയ വ്യക്തിയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള മുൻകോപവും നിൽക്കണം. അല്ലെങ്കിൽ നീ എവിടാ കുഴിയില. ഇനി അടുത്ത മോശ കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. അയ്യോ, അത് തന്നെയായി പറഞ്ഞേ. അവൻ ഒരു പ്രയത്നവും കൂടാതെ കിട്ടിയ കല്ല. ദൈവം ഉണ്ടാക്കി എഴുതി കൊടുത്ത പലക, കൽപ്പലക. ദൈവീതമില്ലാത്തതൊക്കെ കണ്ടപ്പോൾ എറിഞ്ഞു പൊട്ടി. പക്ഷെ ദൈവം അതിനെ സർട്ടിഫൈ ചെയ്തില്ല. ദൈവം സർട്ടിഫൈ ചെയ്തോ? നിങ്ങൾക്കറിയാമോ? താഴോട്ട് ഞാൻ ഇന്ന് പല പ്രാവശ്യം ഞാനും വായിച്ചു, എൻ്റെ ഭാര്യയെ കൊണ്ടും വായിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞത്, നീ ഇനിയും കൽപ്പന ഉണ്ടാക്കുക. നീ ഇച്ചിരി പണിയെടുക്ക് പോയി. കല്ലേലൊരു പല ഉണ്ടാക്കുന്നത് ഈസിയാണോ? മറ്റേതായിരുന്നു ദൈവം ഉണ്ടാക്കിയതാ. ഇത് അവൻ ബൈബിള് വായിച്ചു നോക്കുക, ആവർത്തനത്തിനും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നീ രണ്ട് പലക ഉണ്ടായിക്കൊണ്ട് വരാൻ. മുമ്പത്തെ പോലെ നീ ചെത്തിക്കൊള്ളാൻ. മുമ്പ് ആരാ ചെയ്തത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് മോശയ്ക്ക് വേണ്ടി അല്ലാത്തത് കൊണ്ട് രണ്ടാമത് തന്നത് ജനത്തിന് വേണ്ടിയാ. മനസ്സിലായോ? എന്നിട്ട് ഞാൻ പറയണ്ട, അവിടെ മേളിൽ ഈ പലകോട് ചെന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവൻ പറയാ, ഞാൻ കരുണയും ദീർഘക്ഷമയുള്ളവനാ എന്ന് അവിടെ പറഞ്ഞു എഴുതിയിരിക്കുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീ ചെയ്തത് ശരിയല്ലെങ്കിലും എനിക്ക് ദയയും ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ജനമാ അവിടെ ഉള്ളത്, അവർക്ക് കൊടുക്കണം നിയമമാ നീ പൊട്ടിച്ചത്. ഒന്ന്, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. രണ്ടും പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. ദേഷ്യം മൂത്തു, അടിച്ചു. മോശ ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് വെള്ളം പുറപ്പെടാതിരുന്നോ? ജനത്തിനു വേണ്ടിയാ. പക്ഷെ മോശയുടെ തെറ്റിനെ ദൈവം സർട്ടിഫൈ ചെയ്തില്ല. എന്നെ കൂടെ നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. എന്നെ കൂടെ കരഞ്ഞു, കേടപേക്ഷിച്ചു. എന്നെ കൂടി അവിടെ നിന്ന് കൊണ്ടുപോണേ. മോശ പോയില്ലൊന്നും ഞാൻ പറയത്തില്ല, കാരണം മറുരൂപത്തിൽ ഇറങ്ങി വന്നല്ലോ. പക്ഷെ ആ പർവ്വതത്തിലെ കരച്ചിലാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ നടന്നു വന്നത് എന്നെ കൂടെ. നോ നോ, ഞാൻ നിന്നെ അടക്കാം. കോപത്തിന് മോശയെപ്പറ്റി ദൈവാത്മാവ് വേറൊരു ആക്കിയിട്ടുണ്ട്. ഭൂതലത്തിലുള്ളത് ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഓർപ്പിക്കുന്നുവെങ്കിലും നമ്മോട് പകരം ചെയ്യുന്നവനല്ല. അതുകൊണ്ടല്ലേ ഇന്ന് നാം ഇരിക്കുന്നത്. സ്വതന്ത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ഇതൊക്കെ ചെയ്തതിന് ആവശ്യമില്ല ഇതിലേ കൈനീട്ടരുത് കേട്ടോ. ഹലോ, ഇതുള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായ സ്തോത്രം. ഇഷ്ടം പോലെ എന്തെല്ലാം ചെയ്ത് എങ്ങനെ ചെയ്ത് കോപിച്ചിട്ട് കയറി വന്ന് ഇതേ കയറി പിടിക്കരുതെന്ന് മനസ്സിലായ ദൈവം സ്തുതിക്കാമോ?
ഇത് യേശുവിൻ്റെ ശരീരവും അവൻ രക്തമായിട്ട് മാറുന്നില്ലെങ്കിലും ആ ക്രൂശിനെ ധ്യാനിച്ചാണ് ഇതെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പേർക്ക് നിയമ രക്തത്തെ പറ്റി എടുത്തത്. 3, പിറ്റ് ഓഫ് ഈവിൾ തോട്ട്സ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം പറയുന്നത്, എഫേസ്യല്ലോ കൊലോസ്യർ, നിങ്ങൾ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഇനിയും ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ തോട്ട്സ് എന്ന് പാലിക്കണം, ദോഷവിചാരങ്ങളാകരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ആത്മാവ് ദേഹം ദേഹി. ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ മടങ്ങി വരും. ദേഹത്തിന് വിടുതൽ ഉണ്ടായിട്ടില്ല, ദേഹിയിൽ ഇത് നടക്കണം. വിചാരങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വയ്യെങ്കിൽ ഇതിലേക്ക് കടന്നിട്ടെന്നല്ലേ അർത്ഥം. അടുത്ത് ഞാൻ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അടുത്ത് അയ്യോ, ഇതാ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമുക്കൊരു പേരുണ്ടാക്കണം. ഇന്നത്തെ പല സ്റ്റേജും ഇതാ. ഒരു നല്ല ഭാഷ ഉണ്ടായിരുന്നു, നന്നായിട്ട് വചനം പറയും, മനപ്പാടമായിട്ട്. സാധാരണ ഉപദേശിമാർക്ക് അറിയാത്ത പഴയ പാട്ടും അദ്ദേഹം പാടും. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഒരാളുടെ കാര്യം ഞാൻ പറയാൻ വരുന്നത്. പക്ഷേ ഇന്നത് ബിസിനസ്സാണ്. മനസ്സിലായില്ല? 10 പേരെ കളിയാക്കി പറഞ്ഞെങ്കിലേ മാർക്കറ്റ് കിട്ടത്തുള്ളൂ. മനസ്സിലാകാത്തതിനായ സ്തോത്രം. ഏതെല്ലാം വീഡിയോ കണ്ടാലും അതിനകത്തെങ്കിലും 10 വിശ്വാസിയെ കുറ്റം പറയാതെ ഇരിക്കത്തില്ല. ഇത് കുറ്റം പറയുന്ന വേദിയല്ല, വചനം പ്രസംഗിക്കുന്ന വേദിയാണ്. ചിരിക്കാൻ എന്തുമാത്രം ഉണ്ടെന്നറിയാമോ? നിങ്ങൾ കണ്ടുണ്ടോ? അതൊന്ന് കണ്ടു നോക്കേ. ഞങ്ങൾ ടെന്നീസ് എന്നപ്പോൾ ഒരു സഹോദരി പറയാ, അയ്യോ ഞാൻ രാത്രിയും പകലും അത് തന്നെ കാണുന്നു. ഞാൻ ഇവിടെ നിന്ന് നാട്ടു പിടിക്കുന്ന പുള്ളിക്കാരനെ നീ കണ്ട് കണ്ട് കേട്ട് 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 പുള്ളിയുടെ ബാങ്കിൽ പൈസ കൂടുക. മനസ്സിലായില്ല? മനസ്സിലായവർക്കായി സ്തോത്രം. യൂട്യൂബേ ഒരു കുഴിയാ. എന്തിനാ എല്ലയോ ആവശ്യം പറഞ്ഞേ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഞാനങ്ങ് ചോദിക്കുന്നത്, ഇവിടെ കിട്ടാന്നിട്ടാണോ യൂട്യൂബിനകത്തോടെ ഇറങ്ങുന്നത്? ഒരിടത്തും നല്ല സ്തോത്രം ഒന്നും പറഞ്ഞാ. ജീവനും ഭക്തിക്കും ആവശ്യമുള്ള ക്രമേനും നിന്റെ ലോക്കൽ ചർച്ചിലുണ്ട്. നിങ്ങൾക്ക് ധൈര്യത്തോട് പറയാം, നിത്യജീവൻ എത്താനുള്ള ഒന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള സഭയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കരുത്. ജീവനും ഭക്തിക്കും ആവശ്യമായത് നൽകുന്ന ദൈവസഭ എന്ന് പറയുന്നത്. പേരുണ്ടാക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞ് ഈ സഹോദരി സന്തോഷിക്കുന്ന അറിയാമോ? അയ്യോ അങ്ങനെ പറയണം. ഈ പറയുന്ന സഹോദരന്റെ മക്കളെല്ലാം അങ്ങനെ തന്നെയാ ജീവിക്കുന്നു. എങ്ങനാ? ലെഗിൻസ് എന്താണ് പറയുന്നത്? ചോപ്പിച്ച് രാക്ഷസിയെ പോലെ ഈ സഹോദരി എൻജോയ് ചെയ്യുക. പക്ഷെ മക്കളെല്ലാം അങ്ങനെ നടക്കുന്നത്. പക്ഷെ മനസ്സിലായ മാമ ഇങ്ങനെ നോക്കുന്ന ഞാൻ ദയവ് ചെയ്ത് എന്തോ നാടകമാ ക്രിസ്തീയ ജീവിതം. യു ആർ ഇൻ ദ പിറ്റ്. നിർമ്മല സുവിശേഷം ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ പ്രസംഗിച്ച, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നീ ഒത്തിരി ഒന്നും കുറ്റം പറയണ, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്താൽ മതി.
യേശുവിലേക്ക് ജനം അടുക്കുവാൻ യേശുവിനെ പ്രസന്റ് ചെയ്താൽ അവനോട് അടുക്കുമ്പോൾ ലോകത്തോട് അകലുമെന്നേ. Am I right or not? അവനോട് അടുക്കുമ്പോൾ ലോകത്തോട് അകലും. കുടി തന്നെ അങ്ങ് എത്രയായി? 4 ആയുള്ളൂ. 7 എണ്ണം ഉണ്ട്. 7 മിനിറ്റ് പോലും ഇല്ല ഇനി എനിക്ക്. ഫിയർ. നമ്മൾ ഈ പിള്ളേർ സ്കൂളിൽ നിന്ന് തോറ്റച്ച് വരുമ്പോൾ അവർ തോറ്റെന്ന് പറയണ്ട. അങ്ങനല്ലയോ? മമ്മിമാരോടും ചോദിച്ചു നോക്കി, അവർ തോറ്റെന്ന് പറയണോ? എന്താ മോനെ ആരാ ഇങ്ങനെ നോക്കുന്നെ? ഫേസ് കണ്ടാലേ അറിയാം. അതാ യാക്കോബിന് പറ്റിയത്. തിരിച്ചിങ്ങനെ ഭാര്യയല്ല, ഭാര്യമാരുണ്ട്. വെപ്പാട്ടിയല്ല, വെപ്പാട്ടിമാര്. ആടുമാടുകൾ ഭയങ്കര സമ്പത്തായിട്ട് എന്തതിശയമേ ദൈവസ്നേഹം എന്ന് പാടി വരുമ്പോൾ അയ്യോ ഏശാവ് മുമ്പ് നിൽക്കുന്നു. പാട്ടും പോയി, ഊത്തും പോയി, ഡാൻസും പോയി, എല്ലാം പോയി. ഇതാരുടെ കാര്യമാണ്? യാക്കോബിന്റെ കാര്യമാണ്. നമ്മുടെ കാര്യമാണ് പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച ഹല്ലേലൂയ പറഞ്ഞു, എനിക്ക് ഈ ആഴ്ച മിണ്ടുന്നില്ല. ഒരാത്മീയന്റെ ആത്മീയ സന്തോഷം നഷ്ടപ്പെടത്തില്ല കേട്ടോ, ഏത് സാഹചര്യം വന്നാലും. ഇവൻ ഭയന്നുപോയി. എന്താ ഭയന്ന്? കുറച്ച് വർഷങ്ങൾക്ക് അവൻ ചെയ്തത് അവൻ അറിയാം. കള്ളം പറഞ്ഞേ ഇല്ല, പക്ഷെ നേരല്ല പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരെ കണ്ടുള്ളൂ. കള്ളം പറയത്തില്ല, കാരണം കള്ളം പറഞ്ഞാൽ തൊഴുതി പോകത്തില്ല. പക്ഷെ പറയുന്നത് നേരുണ്ടോ? തപ്പി നോക്ക്. കണ്ണ് കാണാത്ത പ്രിയൻ തപ്പി നോക്കാൻ. നീ ആരാ? നിന്റെ ശബ്ദം കേട്ടിട്ട് മനുഷ്യനെ കളിപ്പിക്കാൻ, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം 21 വർഷത്തിന് ശേഷം നിന്റെ പേരെന്താന്ന് ചോദിച്ചത്, ഇല്ലയോ? അന്നേരം തപ്പി നോക്കാൻ പറഞ്ഞില്ല. തപ്പുന്നവൻ അടുത്തും ചോദിക്കുക. സ്തോത്രം, സ്തോത്രമൊക്കെ പറയണേ. പിച്ച് ഓഫ് ജലസി, അസൂയ, അതിന് മാത്രം വരുന്നില്ല. അതേത് വാക്യമാണ്? ഒന്ന് വായിച്ച്. എന്തായിരുന്നു? എന്താ നോക്കാൻ കാരണം? ദൈവകൃപയുള്ളതുകൊണ്ടാ. അത്രേ ഉള്ളൂ. ഉടുപ്പുണ്ട്, നിലയെങ്കിൽ എല്ലാം പിതാവ് കൊടുത്തു, എല്ലാം ഉണ്ട്. ഞാൻ ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്. നീ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിക്കുമ്പോൾ അത് കാണാനുള്ള കൃപയോടെ വേണം. അതേ പ്രാർത്ഥിക്കരുത്. സ്വന്തം സഹോദരൻ അയലോക്കത്തുകാരനല്ല അസൂയപ്പെട്ടത്. അയലോക്കത്തുകാരനല്ല അസൂയപ്പെട്ടത്. പിന്നെ ആരാ അസൂയപ്പെട്ടത്? സ്വന്തം സഹോദരൻ. എന്താ കാര്യം? കൊച്ചനുജനല്ലേ. ഉള്ളി ഒരു വിഷയമുള്ളൂ, ദർശനം കണ്ടു. പാവത്താൻ പറഞ്ഞു പോയി. ആൻഡ് ദ ലാസ്റ്റ് വൺ, നിരാശ. ഞാൻ ഇനി എൻ്റെ പുസ്തകം അങ്ങ് അടയ്ക്കുക, എന്നാലും ഇത് അടയ്ക്കുന്നില്ല. ഗോത്രപിതാവായി പറയുന്നത്. അവൻ്റെ പത്താനം നെഗറ്റീവായി തന്ന ദൈവത കണക്കിടാഞ്ഞതിനാൽ സ്തോത്രം. യാക്കോബിൻ്റെ അവസാനം അറിയാമോ? തൻ്റെ കട്ടിലേക്ക് കയറി വടി അവിടേക്ക് വെച്ചു,
മക്കളെ വിളിച്ചു, ഓരോരുത്തരെയും അനുഗ്രഹിച്ചു, പിതാക്കന്മാരോട് ചേർന്നു. എന്താ കാര്യം? നിയമരക്തം അവനെ ഉയർത്തി. എബ്രായലേഖനമായി ഈ രക്തത്തെ പറ്റി ശരിക്കും പറയുന്നത്. അത് പെട്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് ഒരു പാട്ട് പാടിച്ചാലും കർത്താവദാസൻ വരും. വായിക്കണ്ട. ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് കവനന്റ്, നിയമരക്തം ഹേതുവായി. എബ്രായലേഖനത്തിൽ എബ്രായർ 13:20 ബ്ലഡ് ഓഫ് എവർലാസ്റ്റിംഗ്, നിത്യ നിയമത്തിൻ്റെ രക്തം. 3 എബ്രായർ 13:12 സാങ്ക്ടിഫൈയിങ് ബ്ലഡ് ഓഫ് ഗോഡ്, വിശുദ്ധീകരിക്കുന്ന രക്തം. 4 ബ്ലഡ് ഓഫ് ജീസസ് cleanse your conscience from the dead works to serve the living God. നിർജീവ പ്രവർത്തികളെ പോക്കി കണ്ടൊരു അമ്മച്ചി പറഞ്ഞു, ഞങ്ങളെ പശു പ്രസവിച്ചു, പക്ഷെ പാലില്ല. പാഷ രക്തം തളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വീട്ടിൽ ഇതൊക്കെ നടന്ന കാര്യമാണ്, നിങ്ങൾ എന്നെ നോക്കണ്ട. വീട്ടിൽ രക്തം തളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു ഹാറി വരുമ്പോൾ താഴെ വീഴുന്ന വീട് രക്തം തളിച്ച് പ്രാർത്ഥിക്കാൻ. ഒരു പനി വരുമ്പോൾ ചത്തുപോകുന്ന പശുവിന് വേണ്ടി രക്തം തളിക്കാൻ. അയ്യോ, മിസ്യൂസ് ചെയ്യരുത്. നിത്യ നിയമത്തിൻ്റെ രക്തമാണ്. എന്നെ കുഴിയിൽ നിന്ന് ഉയർത്തി പ്രത്യാശയുടെ ബദ്ധന്മാരാക്കുന്ന രസം. നിങ്ങളുടെ ഹൃദയങ്ങളിലായി തളിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇവിടെയും തളിക്കാനുള്ളതല്ല, യേശുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം ഹൃദയങ്ങളിലേക്ക്. ഇതാ നമ്മെ ശുദ്ധീകരിക്കുന്നത്. പശുവിനെ ശുദ്ധീകരിക്കേണ്ട, വീട് അങ്ങനെ ശുദ്ധീകരിക്കേണ്ട, അത് കല്ലും മണ്ണുമാ. ശുദ്ധീകരിക്കുന്ന നിന്റെ ആലയമാ. പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് ഇത് വാക്കുക, ഇത് അറിയാവുന്ന വാക്യമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. ബദ്ധന്മാരെ എന്ത് ചെയ്യുന്നു? കുഴിയിൽ ഇന്ന് ആരെങ്കിലും സ്വയം ചെയ്യാമോ ഏത് കുഴിയിലാണ് കിടക്കുന്നത്? ഡോണ്ട് വറി, ആരോടും പറയണ്ട, പറഞ്ഞാൽ മതി. ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. രക്തം ഹേതുവായി. അത് കഴിഞ്ഞാൽ നിന്റെ പേരെന്തുവാ? പ്രത്യാശയുടെ ബദ്ധന്മാർ. പൗലോസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ക്രിസ്തു നിമിത്തം ബദ്ധന. ക്രിസ്തു നിമിത്തം. ഈ ബദ്ധന്മാരെ മാറ്റം, ഈ ബദ്ധന്മാരെ അവന്റെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. തനിക്കായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി, പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുന്ന എങ്ങോട്ടാ? പ്രത്യാശയുടെ ബദ്ധന്മാരെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ എന്തുണ്ട്? പ്രതിഫലം. ഹലോ, അവിടെ ഒന്നുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ കൃപമേൽ കൃപയുണ്ട്, അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ട്. എന്തുവാ പ്രതിഫലം? 3-4 കിരീടം കിട്ടും, അതല്ല. പ്രതിഫലമായവനെ കാണാം, അതാ. ഒന്നും തെരഞ്ഞേക്കാമോ? ഇവിടെ വെച്ച് ചെയ്തതിന്റെ, കൃപമേൽ കൃപ പ്രാപിച്ച് ചെയ്തതിന്റെ ഒന്നും കുറയാതെ ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പ്രിയനെ കാണുന്ന ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയാമോ, കർത്താവേ, ഞാൻ നിന്റെ അടുക്കലേക്കൊന്ന് വരുന്നു, എന്നെ നീ ഒന്ന് ഉദ്ധരിക്കണമേ. പ്രത്യാശയുടെ ബദ്ധന്മാരാ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് 1-2 പടി ചേർന്ന് പാടിയിട്ടൊന്ന് ആരാധിച്ച കർത്താവദാസ് മുമ്പോട്ട് വരും. കൃപമേൽ കൃപയാർന്നിടുവാൻ, നമ്മൾ പരമപാദം ചേർന്നിടുവാൻ, ധരയിൽ നടന്നതൻ ചരണം, ഞങ്ങൾക്കരുളും ശാശ്വത ശരണം. അല്ലും
പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി, അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. പരിശോധനകൾ വരികിൽ, മനം പരരാശ്രയിച്ചിടുകിൽ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകിൽ. വിരവിൽ വിനകൾ തീരും, സകലവും ശുഭമായി. വിരവിൽ വിനകൾ തീരും, സകലവും ശുഭമായി. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. ഓ സ്നേഹിതരേ വരും വെടിഞ്ഞാൽ, അതു യേശുവിനോടു നീ പറഞ്ഞാൽ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേടും തൻ കരത്താൽ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം തേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം തേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വില നാം അന്നാളറിയും. ലോകം വെറുത്തോ വില നാം അന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ. Hallelujah. We love you, Lord. Hallelujah. We praise you, we praise you, we praise you, we praise you, we praise you. Hallelujah. നല്ലവനും ഓരോ ദിവസവും രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി നന്ദി കർത്താവേ. ഞങ്ങൾ കിടന്ന ആ കുഴിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദിയപ്പാ. ഞങ്ങൾ കിടന്ന ആ കുഴിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി കർത്താവേ. അങ്ങയുടെ നിയമ രക്തം ഹേതുവായി ഞങ്ങളായിരുന്ന ആ കുഴിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിനായി നന്ദി കർത്താവേ. We were in the pits of darkness. We were in the pits of sin, curse, death. We were in that pit. There's no human being in this world